പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഫെബ്രുവരി 16 ഞായറാഴ്ച, കർത്താവിന്റെ ദിവസം. എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, ഇന്നത്തെ നിയോഗമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുന്നു. കർത്താവേ, മഹത്തായ ഒരു ദിവസത്തിനായി നന്ദി പറയുന്നു. ഈശോയെ, ഫെബ്രുവരി 16 ഇന്ന് കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച, അങ്ങയുടെ മക്കള് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ പോകുന്നവരുണ്ട്. എല്ലാവരെയും ഇന്ന് രാത്രി കുർബാനയ്ക്ക്, വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്നവരുണ്ട്. പ്രായമായവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുർബാനയ്ക്ക് പോകാതെ ആരെങ്കിലും മടിയാടുത്ത് മനസ്സിൽ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക കടങ്ങൾ, ജീവിത ക്ലേശങ്ങൾ, കർത്താവ് ലൂക്ക 8:7 പറഞ്ഞിരിക്കുന്ന പോലെ മുൾച്ചെടികൾക്കിടയിൽ വീണ് വിത്ത് പോലെ വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട്. ജീവിത ക്ലേശങ്ങൾ കാരണം വിശ്വാസം ഞെരുക്കപ്പെടുന്നവരുണ്ട്. കടങ്ങൾ, ഭീതികൾ, രോഗങ്ങൾ, കുടുംബത്തിലെ അസമാധാനങ്ങൾ, ആസക്തികൾ, ഇങ്ങനെ കൊണ്ട് ഞെരുക്കപ്പെടുന്നവരുണ്ട്. കർത്താവേ, നീ ഇപ്പോഴീ പ്രാർത്ഥന കൊണ്ട് അവരെ വിടുവിക്കണം. അവരെഴുന്നേറ്റ് പോയി, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. പിതാവെ, നിനക്കും അങ്ങയ്ക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തതെന്ന് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവുമായി അനുരഞ്ജനപ്പെടാൻ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് ഞാൻ നിങ്ങളുടെ കുടുംബം സമർപ്പിക്കുന്നു. ഓരോരുത്തരും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്വന്തം വീട്ടുകാരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് എല്ലാവരും കൂടുതലും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും മറ്റുള്ളവരുടെ, ക്രിസ്തുവിനെ അറിയാത്തവർ, ക്രിസ്തുവിന് മുമ്പിൽ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ മാത്രം പ്രാർത്ഥനയായിട്ട് അവസാനിക്കാതെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് ക്രിസ്തു തിരുസന്നിധിയിൽ പോകുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നു. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാവരും രക്ഷപ്പെടണമെന്നും. നമുക്ക് 1 തിമോത്തി 2:4 പ്രാർത്ഥന ഇടക്കുമെന്ന് വായിച്ചേക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇതെന്താ പ്രശ്നം അറിയാവോ? ഇപ്പൊ നീ നിന്റെ ഭർത്താവ് മദ്യപാനമാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേറെ തെറ്റ് ജീവിതമുണ്ട് എന്നപ്പോൾ നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ മകള് തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ട് നീ അത് അവിടെ കുരുങ്ങിപ്പോയി, അപ്പോൾ അവൾ രക്ഷപ്പെടണമെന്നൊക്കെയാണ് നീ പ്രാർത്ഥിക്കുന്നത്.
പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കാരണം നിൻ്റെ ഭർത്താവ് നിൻ്റെ മകൻ രക്ഷപ്പെട്ടാൽ നിനക്ക് സമാധാനമല്ലേ ഉണ്ടാകത്തുള്ളൂ. കർത്താവിന് സമാധാനം ഉണ്ടാകണം നിർബന്ധമുണ്ടാകും. കർത്താവിൻ്റെ മനസ്സിലിരിക്കണത് എന്താണ്? ഇതുപോലെ അനേക ആയിരങ്ങൾ ഉണ്ട് തകർന്നു പോയവർ, അവർ രക്ഷപ്പെടണം. അപ്പോഴേ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? കർത്താവ് എൻ്റെ ഭർത്താവ് മാത്രമല്ല, എൻ്റെ മകൾ മാത്രമല്ല, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ മാത്രമല്ല, മറ്റുള്ളവരും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന മറ്റുള്ളവരും രക്ഷപ്പെടാൻ അവർക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥം വഹിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ, കുറേ നാൾ മധ്യസ്ഥ പ്രവർത്തി കഴിയുമ്പോൾ തന്നെ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലാത്തവർ സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പം നിൻ്റെ ക്രിസ്തീയമായ കൂട്ടായ്മ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് ഞങ്ങളെന്നുള്ളതല്ലേ, ഞാനെന്നുള്ളതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് നല്ല എഫിക്കസി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ എൻ്റെ ഈ പ്രാർത്ഥനയുടെ പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, അവിടെ അതേ പ്രയാസം ഇരിക്കുന്ന ജനാജാതി മതസ്ഥര് നിന്നെ അറിഞ്ഞ് എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാനും വേണ്ടി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ അതേ ക്ലേശങ്ങളിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ വരം കർത്താവ് നിനക്ക് തന്ന അഭിഷേകം ചെയ്യട്ടെ. അതുവഴി നീ ഉയരുകയും വളരുകയും കർത്താവിൽ മഹിമയോടെ നിലനിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ കൃപ നിന്നെ പിന്തുടരട്ടെ. Lord, infuse your spirit of power and grace. Thank you. എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ എടുക്കുന്ന വചനം എന്ന് പറയുന്നത് ഹെബ്രായ ലേഖനം 10:23 വായിച്ചു തുടങ്ങാം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ, നമ്മുടെ പ്രത്യാശ അഥവാ പ്രാർത്ഥന, അല്ലെ അപേക്ഷ, പ്രത്യാശയുടെ യാചനാരൂപമാണല്ലോ പ്രാർത്ഥന ഏറ്റുപറയുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. കഴിഞ്ഞാലേ ഇനി നമുക്ക് മാറ്റിപ്പിടിക്കാന്ന് പറയത്തില്ലേ, ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാറ്റി പിടിക്കും. ഒരു വിഷയത്തിൽ തന്നെ ചില ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് ആ വിഷയം തന്നെ പോയി ആൾക്കാർ അന്തരീക്ഷ പെട്ടിൽ എഴുതിയിടും. അപ്പോൾ ഉടമ്പടിയിൽ അവർക്ക് വിശ്വാസം അത്ര കണ്ട അറിവ് കിട്ടാത്തത് കൊണ്ടാണ് അവരിങ്ങനെ മാറ്റി പിടിക്കണത്. ഉടമ്പടി എന്തിനാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? വാഗ്ദാനങ്ങളിലാണ്. വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വാഗ്ദാനം ദൈവം നൽകിയത് എല്ലാ മനുഷ്യർക്കുമാണ്. അതാണ് എല്ലാ മനുഷ്യർക്കുമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും നൽകിയ വാഗ്ദാനം എന്താണ്? അതാണ് ലുക്ക 2:29-30 എടുത്തേ. കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി. അപ്പൊ വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ആർക്കാണ്? യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല. വീട്ടില്ലേ, എല്ലാ മനുഷ്യർക്കും. എന്നെ കേൾക്കുന്നവര് ക്രിസ്ത്യൻസ് മാത്രമാണോ? അല്ലല്ലോ. അപ്പൊ വാഗ്ദാനം എന്ന് പറയുന്നത് ഫോർ എവരിബഡിയാണ്, സകല ജനങ്ങൾക്കും വേണ്ടി. അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈ സകല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്താണ്? വാഗ്ദാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവാണത്. അതാണ് അതെ നമ്മുടെ ഈ 2 കൊരിന്ത്യർ 1:20 എടുത്തേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ദൈവമഹത്വത്തിന് അവൻ വഴി ആമേൻ പറഞ്ഞ ആദ്യത്തെ ആളാരാണെന്ന് അറിയാമോ? അമ്മയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്, സിംഗിൾ വേർഡാണ് ആമേൻ. ഇതാ കർത്താവിന് ദൈവമഹത്വത്തിന് ആദ്യം ആമേൻ പറഞ്ഞ ആളാ. എന്നിട്ട് ഇപ്പൊ എന്താ പറയണമെന്ന് നോക്കിയാ? ഒന്നൊരു വായിച്ചേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അപ്പോഴേ ഈ സകല മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണെന്ന് പറയുമ്പോൾ സകല മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സകലവും നിറവേറാനുള്ള ഏക വാഗ്ദാനം എന്താണ്? ക്രിസ്തുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ആനുകൂല്യങ്ങൾ, ഔദാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ എൻ്റെ പുറകെ നടക്കുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, എന്നിൽ നിറയണമേ. കർത്താവ് എന്നിൽ നിന്ന് വസിച്ചു കഴിഞ്ഞാൽ സകല വാഗ്ദാനവും ഞാൻ നിറവേറുന്നത് തുല്യമാണ്. 8855 വാഗ്ദാനമുണ്ട്
ബൈബിളിൽ മാത്രം. അപ്പം അതെല്ലാം ഒറ്റ വാർഡിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും ഉച്ചിഷ്ടം പോലെ കരുതണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്തെങ്കിലും വേദനയോ തള്ളിപ്പറച്ചിലോ അതുപോലെ തന്നെ ഒറ്റുകൊടുക്കലോ തള്ളിപ്പറച്ചിലോ ഒക്കെ വന്നാലും പിതാവേ അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ നേടാൻ വേണ്ടി ക്രിസ്തു രക്തസാക്ഷിയായതുപോലെയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ സകലത്തിലൂടെ കടന്നു പോകുന്നത്. അത് നമുക്ക് നഷ്ടമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത്തിരി പരിചരണം ആവശ്യമാണ്, ഇത്തിരി ട്രെയിനിങ് ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ മൗലിക രൂപം മൗനമാണേ. വിശ്വാസത്തിൻ്റെ മൗലിക രൂപം മൗനമാണെങ്കിൽ മൗനത്തിൻ്റെ ആളായ്മ മറിയമാണ്. അതല്ലേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. എല്ലാ റോഡുകളും റോമിലേക്കെന്ന എല്ലാ ആധ്യാത്മിക വഴികളും അമ്മയിലേക്കാണ്. അമ്മയെ മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിനെ കിട്ടും. അമ്മയുടെ നിലപാടുകൾ, അമ്മയുടെ നയങ്ങൾ, അമ്മയുടെ കാലാവസ്ഥ ഭേദമനുസരിച്ചുള്ള സമീപനങ്ങൾ ഒക്കെ നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അമ്മ നിങ്ങളുടെ കൂടെ ഈ ദിവസം മുഴുവൻ സഞ്ചരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.